സൂര്യ കോമഡിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദൈപ്പോ ശരിയാക്കി തരാം പ്രസന്റഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിന്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ നിൽക്കുന്നത് കൊച്ചി ബിസിനസ് സ്കൂളിലാണ്, KBS. അതെ, ഇവിടെ കുട്ടികൾ ഇങ്ങനെ റെഡി ആയിരിക്കുകയാണ്. നമുക്കതെല്ലാം അങ്ങോട്ട് പോകാം. കമാൺ. മഴത്തുള്ളിക്കിലുക്കം ഭയങ്കര രസമുള്ള കോമഡിയുള്ളൊരു ചിത്രമായിരുന്നു. അതിൽ ദിലീപും നവ്യ നായരും പാവത്തോട്ടത്തിൽ എന്തൊക്കെയോ ചെയ്തെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൊച്ചിൻ അനീഫൊക്കെ വന്നിട്ട് പറയുന്ന ഒരു രസകരമായ സീക്വൻസാണ് ഇന്ന് കുട്ടികൾക്ക് കൊടുക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം അവരെങ്ങനെ ചെയ്യുമെന്ന്. യെസ്, KBS കൊച്ചി ബിസിനസ് സ്കൂൾ, അവിടെയാണ് ഞാൻ നിൽക്കുന്നത്. നല്ല സുന്ദരന്മാരും സുന്ദരികളുടെ ഇടയിലാണ് നിൽക്കുന്നത്. നല്ല രസകരമായിട്ടുള്ള കോസ്റ്റ്യൂമാണ്, അതുകൊണ്ട് തന്നെ ഞാനും ഒന്ന് കറുപ്പിട്ടുകൊണ്ട് വന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ കൂട്ടത്തിൽ നിന്ന് ഒരാളെ വേദിയിലേക്ക് ക്ഷണിക്കും. ആരാണ് വരുന്നത്? വാ, ആഷിഖിൻ്റെ വാ. ആഷിഖെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നല്ല വിശേഷം. എവിടെയാണ് ആഷിഖിൻ്റെ നാട്? ആലുവ. അതെയോ? ഇവിടെ ഏതിനാണ് പഠിക്കുന്നത്? MBA ആണ്. ഏതൊക്കെ കോഴ്സുകളുണ്ട് KBS-ൽ? MBA മാത്രമേ ഉള്ളൂ. ഓക്കെ, തുടങ്ങാം. നല്ല ആക്ട് ചെയ്തൊക്കെ പറയണം. ഓക്കെ, റെഡി, ആക്ഷൻ. അന്ന കൊച്ചമ്മേ, ആലീസ് കൊച്ചമ്മേ, പിടിച്ചു, കൈയോടെ പിടിച്ചു നമ്മുടെ പാവക്കത്തോട്ടത്തില്. എന്തായാലും മറ്റേ പന്നിയെ പിടിച്ചാണോ പറയുന്നത്? ആ പന്നിയല്ല, ഇതൊരു അറാമ്പറന്ന പന്നി, പെണ്ണിനെ പിടിച്ച പന്നി. എനിക്ക് മനസ്സിലാവുന്നില്ല, തെളിച്ചു പറ. പറയാം. താഴത്ത് തലയിലും താഴത്തും വെക്കാതെ ഒരു പുണ്യാളിനെ രൂപക്കൂട്ടി കയറ്റി വെച്ചില്ലേ, ആ പുണ്യാളിനെ പിടിച്ചു. ആ പീഡന പുണ്യാളനെ പിടിച്ചു. കയ്യും കളവുമായി പിടിച്ചു. കയ്യും കളവുമായി കൈയോടെ പിടിച്ചു. അവനാ പാവക്കാത്തോട്ടത്തില് ആദോ ഹവയും കളിക്കുക. ഇവിടെ തുന്നിക്കൊണ്ടിരുന്നോ, അവരവിടെ പാവക്കാത്തോട്ടത്തിൽ ആദോ ഹവയും കളിച്ചോണ്ടിരിക്കുക. വിലക്കപ്പെട്ട പാവക്കവൻ പൊട്ടിക്കോ ആവോ. കാലത്ത് വന്ന് വീട്ടിൽ കയറി ഉടനെ കുളിയും കഴിഞ്ഞ് കുപ്പായി മാറ്റി ഇറങ്ങിയതാ, ഒന്ന് അടിച്ച് കേറാൻ. എത്രയും പെട്ടെന്ന് ആനവെള്ളം തെളിച്ച് അവനോട് പുറത്താക്കിയില്ലെങ്കിൽ ഒരു തൊട്ടിലും കെട്ടി രണ്ടുപേർക്കും കൂടി ഇവിടെ താമര കണ്ണനുറങ്ങേണ എന്ന് പാടിക്കൊണ്ടിരിക്കുക. ഏതാ പാടില്ല, ആ പാട്ട് കേട്ടിട്ടുണ്ട്. ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലായില്ലേ? ആ സോമനും ആ സോഫി പെണ്ണും കൂടി അവിടെ തോട്ടത്തില് ഞാൻ എങ്ങനെ പറയും. കൊല്ലം കുറെ ആയല്ലേ ഈ മാത്തുക്കുട്ടിയുടെ തോട്ടം എന്ന് പറഞ്ഞാൽ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇന്നേ വരെ ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കിയിട്ടുണ്ടോ? എല്ലാരും എന്നെ കാണുമ്പോ തിരിഞ്ഞേക്കും. നിനക്ക് ഞാനില്ല, വിഷമിക്കല്ലേ നീ. ഇത്രയും പറഞ്ഞിട്ട് വിശ്വാസമായില്ലേ? അന്ന് എന്റെ ഈ കണ്ണിലോട്ട് നോക്ക്. കണ്ടാ പാവക്കത്തോട്ടം? കണ്ടാ? ഇല്ല, കറക്റ്റായിട്ട് തുറന്ന് കാണിക്കണം കണ്ണ്. കണ്ടാ പാവക്കത്തോട്ടം? കണ്ടാ രണ്ട് പാവക്ക തൂങ്ങി കിടക്കുന്നത്? കണ്ടാ? എന്താ സാർ കട്ട് പറഞ്ഞത്? കൂടുതൽ നന്നായി പോയോ? ഡാൻസേഴ്സിന്റെ മുമ്പിൽ വെച്ച് നാറ്റിക്കരുത് സാർ. എന്താണ് പേര്? വിശ്വനി. വിശ്വനി എവിടെ നാട്? പത്തനംതിട്ട. ഓർക്കുന്നു, എവിടെയാണത്? ഇവിടെ ഏതിനാണ് പഠിക്കുന്നത്? ഇവിടെ MBA പഠിക്കാന്ന്. പാട്ട് പാടും അല്ലേ? ഇല്ല. റെഡി? ഓക്കെ അല്ലേ? യെസ്. റെഡി, ആക്ഷൻ. അന്നമ്മ കൊച്ചമ്മ. എന്തു പറ്റി? ഡയലോഗ് പറയൂ. എനിക്ക് അറിഞ്ഞൂടാ. അറിയില്ലേ? ഇന്ന് രണ്ടിലൊന്ന് തീരുമാനം. അന്ന കൊച്ചമ്മ ആലിസ് കൊച്ചമ്മ പിടിച്ചു, കൈയോടെ പിടിച്ചു നമ്മുടെ പാവക്കത്തോട്ടത്തിലേ. മനസ്സിലായില്ല ആരെ? മനസ്സിലായില്ല. എത്ര ലജ്ജാവഹം. പിടിച്ചു ആരെ? മറ്റേ തോട്ടത്തിൽ പന്നിയെ പിടിച്ച കാര്യമാണ്. പിടിച്ചു. തോട്ടത്തിൽ നിന്ന് പന്നിയെ പിടിച്ച കാര്യമാണ്. പന്നി പിടിച്ചു. എന്താ പഠിച്ചെന്നാ പറഞ്ഞത്? പൊളിച്ചത് കേട്ട് പറഞ്ഞു കൊടുക്കണം ജിമ്മിയുടെ മോന്. അവരെ പിടിച്ച്. ഓ, ഇവിടെങ്ങും അല്ല കേട്ടോ, നമ്മളെ വ്ളോഗറ് ഇവിടെങ്ങേയും അല്ല. നീയെങ്കിലും നീ മനസ്സിലാക്കിക്കോടാ, എനിക്ക് ബുദ്ധിയുണ്ടെന്ന്. മന്ദ അറാം പിടിച്ചൊരു പന്നി, പെണ്ണിനെ പിടിക്കുന്ന പന്നി. ആണോ? ഒന്ന് തെളിച്ചു പറ, എനിക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലായില്ല. പറയാം. കയ്യോടെ പറയരുത്. കയ്യോടെ പറയാം. അതല്ല പറഞ്ഞത്. നിങ്ങളോട് ഞാൻ പറയുമ്പോൾ പറഞ്ഞാൽ മതി. താഴത്തും തലയിലും വെച്ച് നടന്ന് ഒരു പുണ്യാളച്ഛനെ കൊണ്ടുവന്നിട്ടില്ലേ, ഒരു പീഡന പുണ്യാളൻ. കയ്യും കളവും കാണിച്ച് ഒരു പെണ്ണിനെ വല വീഴ്ത്തി. അയ്യോ, എന്താണ് ഇത്? എന്റെ ഗുരുവായൂരം. അവരവിടെ ആദോ ഔവയും കളിച്ചു
പഠിച്ചുകൊണ്ടിരിക്കുക. ആ. നിങ്ങൾ ഇവിടെ തുന്നിക്കൊണ്ടിരുന്നോ? തൂങ്ങിക്കൊണ്ടോ? തുന്നി. തുന്നി, ആ. വിലക്കപ്പെട്ട എല്ലാം പൊട്ടിയോ ആവോ? പൊട്ടിച്ചോ ആവോ? പാവയ്ക്ക. പാവയ്ക്ക. നിങ്ങൾ ഇവിടെ ഇങ്ങനെ തൊട്ടി പറ്റുന്ന പണിക്ക് പോയാ പോരെ. നിങ്ങളിവിടെ ആനവെള്ള എന്താ ഇങ്ങനെയാണോ ആനവെള്ളം? നിങ്ങൾ ആനവെള്ളം തളിച്ചോണ്ടിരുന്നോ? എന്ത്? മതി. ഇല്ലല്ല. ആളുകളെ തളിച്ചവരെ പുറത്താക്കിയില്ലെങ്കിൽ ആ. ഉടനെ തന്നെ ഒരു തൊട്ടിയായിട്ട് ഇവിടെ ഇരിക്കാം. താമര കണ്ണനുറങ്ങിയിടും കഞ്ഞും പൂട്ടി. കഞ്ഞിയും പൂട്ടിയോ? കഞ്ഞിയും പൂട്ടി ഉറങ്ങണത്. കണ്ണും പൂട്ടി ഉറങ്ങിയിടും ഉറങ്ങണം. ഉറങ്ങണം. അങ്ങോട്ട് തെളിച്ച് പറയാത്തോണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. താമര അല്ല ഇവിടെ നിന്ന് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലായില്ല? ഇല്ല, മനസ്സിലാവില്ല. മനസ്സിലാക്കി തരാം. പുണ്യാള സോമനും സോഫിയും കൂടെ അവിടെ പാവയ്ക്കത്തോട്ടത്തി. എനിക്ക് പറയാൻ തന്നെ കൊല്ലംകറയായി. ഞാൻ അവിടെ പണിഞ്ഞിട്ട് ഞാനിതുവരെ ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കിയിട്ടില്ല. എന്നെ ആരും നോക്കിയിട്ടില്ല. അങ്ങനാണോ? ഞാൻ നോക്കുമ്പോ ഞാൻ നോക്കുമ്പോ എല്ലാരും തിരിഞ്ഞു പോവുക. തിരിഞ്ഞു പോവുക. തിരിഞ്ഞു നിൽക്കും. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. എന്നെ കണ്ണി പാവയ്ക്ക കാണുന്നില്ലേ? കാണുന്നുണ്ട്. കണ്ണ് വലിയ പാവയ്ക്ക കാണുന്നുണ്ട്. ചേട്ടൻ ഞാൻ വിചാരിച്ച പോലെ അല്ല കേട്ടോ. താങ്ക് യു. മന്ദബുദ്ധിയല്ല. എന്താണ് പേര്? ആഗ്നിയ. ആഗ്നിയ നല്ലൊരു ആർട്ടിസ്റ്റാണ്. എന്ത് അത്തരം ആക്ടിംഗ് ആണോ എന്താണ്? അങ്ങനെയൊന്നുമില്ല, വല്ല സ്കിറ്റും അങ്ങനെയൊക്കെ ചെയ്യും. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ഒരു പെർഫോമൻസ് ഞങ്ങൾക്കായിട്ട് കാഴ്ചവെക്കാൻ പറ്റും. എന്തെങ്കിലും ഒരു തീം പറയാനെങ്കിൽ നോക്കാം. വീട്ടിൽ ഒരു പയ്യൻ പെണ്ണ് കാണാനായിട്ട് വരുന്നു. അപ്പോൾ അതെങ്ങനെ ബിഹേവ് ചെയ്യുന്നത് അവനോട്? ഒരു പെണ്ണ് കാണൽ ചടങ്ങ് അതെങ്ങനെയാണെന്ന് പറഞ്ഞു. ഹായ് ആഷിഖ്. പിന്നെ എത്ര ഗേൾ ഫ്രണ്ട്സ് ഉണ്ട്, എത്ര സിറ്റുവേഷൻഷിപ്പ് ഉണ്ട്, എന്തൊക്കെയുണ്ട്? 3, 2, 1. ആണല്ലേ? ചേട്ടൻ വലിയ സംസാരപ്രിയനാണല്ലേ? ഡെയിലി സംസാരിക്കാറുണ്ടോ? ഓ, എക്സ്പീരിയൻസ്ഡ് ആണ്. ഓക്കെ. റെഡ് ഫ്ലാഗ് ആണോ അതോ? അയ്യോ, റെഡ് ആയാലേ എനിക്ക് ബാഡ് ബോയ്ന്ന് ഗുഡ് ബോയ് ആക്കാൻ പറ്റത്തുള്ളൂ. മതി എനിക്ക്. എനിക്ക് മറ്റേ ടോക്സിക് അർജുൻ റെഡ്ഡി ടൈപ്പ്. അതെ, അതാണ് എനിക്ക്. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. ഗുഡ് ബോയ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം, എന്നാലല്ലേ അതിനൊരു ത്രില്ലുള്ളൂ. പിന്നെ ഗുഡ് ബോയിനെ കല്യാണം കഴിച്ചിട്ട് എന്തിനാ? ഇതാകുമ്പോ എത്ര നാളെ നമുക്ക് ഈ റിലേഷൻഷിപ്പ് കൊണ്ടുപോകണം? ഞാനൊരു 2 ഇയറിലോട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. അത്രയ്ക്ക് വേണോ? മടുക്കത്തില്ലേ? 2 ദിവസമായാലും? 5 ഇയേഴ്സിലോട്ട് നോക്കാം. മതി. വേറെ ആയിരിക്കും സൈഡില്? ഞാൻ ബെഞ്ചിങ്ങിൽ നിർത്തിയിട്ടുണ്ട്. നിർത്തിക്കോ. അടിപൊളി, സൂപ്പർ. അപ്പോൾ പിന്നെ നമുക്ക് അഭിനയത്തിലേക്ക് പോകല്ലേ? പാട്ട് പാടുമെന്ന് പറഞ്ഞായിരുന്നു. 1-2 വരി എന്തായാലും പാടി. മന്ത്രത്താൽ പായുന്ന കുതിരയിൽ മാണിക്ക കയ്യാൽ തൊടാം. മന്ത്രത്താൽ പായുന്ന കുതിരയിൽ മാണിക്ക കയ്യാൽ തൊടാം. ഗന്ധർവൻ പാടുന്ന മതിലയിൽ മന്ദാരം പൂവിട്ട തളിരില്ലൂഞ്ഞാലിൽ. അറിഞ്ഞില്ല, ഇത് ഞാൻ അറിഞ്ഞില്ല. ദേവിയുടെ കടാക്ഷം നിന്നിൽ ഇത്രത്തോളം ഉണ്ടെന്ന് അച്ഛൻ അറിഞ്ഞില്ല. ഊഞ്ഞാല് നമ്മുടെ മാമുണ്ണാൻ പോകുന്നു തുമ്പിവാ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായി ഊഞ്ഞാലിടാം. തുമ്പക്കുടത്തിൽ തുഞ്ചത്തായി ഊഞ്ഞാലിടാം. ആകാശ പൊന്നായി നിലകളിൽ ആഴത്തിൽ തൊട്ടി വരാം. ആകാശ പൊന്നായ നിലകളിൽ ആഴത്തിൽ തൊട്ടി വരാം. തുമ്പിവാ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായി ഊഞ്ഞാലിടാം. ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. നിനക്ക് എങ്ങനെ കിട്ടി കുട്ടി ധൈര്യം? സാഹചര്യങ്ങൾ. അപ്പോൾ നമുക്ക് ആക്ടിങ്ങിലേക്ക് പോവാം. റെഡി, ആക്ഷൻ. അന്ന കൊച്ചമ്മേ, ആലിസ് കൊച്ചമ്മേ കയ്യോടെ പിടിച്ച ഹരം പറന്ന പന്നിയെ കയ്യോടെ പിടിച്ച.
ചതിച്ചോ ദൈവമേ. അന്ന കൊച്ചമ്മയെ ആലീസ് കൊച്ചമ്മയെ പിടിച്ച് കയ്യോടെ പിടിച്ച് ആ പാവയ്ക്കാത്തോട്ടത്തിൽ അവളെ കയ്യോടെ പിടിച്ച് മറ്റേ തോട്ടത്തിൽ നിന്ന് പന്നി പിടിച്ച ആ ഹറാം പറഞ്ഞ പന്നിയെ പെണ്ണിനെ പിടിക്കാൻ വേണ്ടി വന്ന പന്നിയെ എനിക്കങ്ങോട്ട് തെളിഞ്ഞ് ഒന്ന് കറക്റ്റായിട്ട് പറയൂ. ഇവൻ ആംഗ്യ ഭാഷ മനസ്സിലാവൂ. നോക്കിക്കോ, പറയാം. ഓ നിങ്ങള് താഴെയിലും തലയിലും വെക്കാതെ ഒരു പുണ്യാള രൂപക്കുട്ടി വെച്ചിട്ടില്ലേ? ആ പീഡന പുള്ളിയാണത്തിന് കയ്യോടെ പിടിച്ച് കണ്ണും കലവും കാണിച്ച് അവള് കളവും അതെന്താ മുതലാളി? കണ്ണും കലവും കാണിച്ച് കയ്യോടെ പിടിച്ച് ആ പീഡന വീരനെ വീടന പീരനെ നിന്നെ മാറ്റിയെടുക്കാവുന്നൊക്കെ വിചാരിച്ച ഞാനാടാ വിഡ്ഢി. ആ രണ്ടുപേരും തുന്നിക്കൊണ്ടിരുന്നോ? ആനവെള്ളം തെളിച്ച് അവരെ പുറത്താക്കിയില്ലെങ്കിൽ ആ പാവയ്ക്കാത്തോട്ടത്തില് വല്ല വിലപ്പെട്ടതൊക്കെ എടുത്തോണ്ട് പോകും. അയ്യോ, പാവയ്ക്കാത്തോട്ടത്തെ സ്വർണ്ണമൊക്കെ ഉണ്ട് അവിടെ. വേണ്ട, കളിയാക്കണ്ട. നിങ്ങൾക്ക് തൊട്ടിലും കെട്ടി ആടിക്കൊണ്ടിരിക്കേണ്ടി വരും. ആർക്ക്? ഇവർക്കോ? തൊട്ടില്ലാത്ത ഇവരെ എന്റെ നാടിനോ? തൊട്ടിൽ കെട്ടി താമര കണ്ണനുറങ്ങിയിടും കണ്ണും പൂട്ടി ഉറങ്ങിയിടും. അങ്ങോട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. കറക്റ്റായിട്ട് തെളിച്ച് പറയാൻ പറ്റുമോ? മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ പുന്നാര സോമനും സോഫിയും ഉണ്ടല്ലോ പാവയ്ക്കാത്തോട്ടത്തില്. ഓ ആ സോഫനും ശരി, അപ്പൊ ഞമ്മക്കിട്ട തോട്ടിയാണല്ലേ? ആ പുന്നാര സോമനും സോഫിയും പറയാനേ ഒക്കത്തില്ല. ഇത്രയും കാലം ഇവിടെ ഇരുന്നിട്ട് ഈ സോമൻ ആരുടെയും മുഖത്ത് നോക്കുന്ന കണ്ടിട്ടുണ്ടോ? എല്ലാരും അയാൾ എന്താ പറയുന്നേ? എനിക്കറിയാം എന്തോ കാര്യമായിട്ട് പറയണ. അല്ല, എന്നെ നോക്കുന്ന സമയത്ത് ഞാൻ തിരിഞ്ഞു നിൽക്കും. യഥാർത്ഥ കാര്യമല്ല നോക്കി എന്റെ കണ്ണ് രണ്ട് പാവയ്ക്ക തൂങ്ങിക്കിടക്കുന്നത് കണ്ടോ? മുണ്ടിൽ ചെളി പുരളരുത്, നിർത്താന്ന് പറഞ്ഞു 3 വർഷം. മുണ്ടിൽ ചളി പുളരരുത്. മുണ്ടിൽ ചളി പുളരരുത്. പുളരല്ല, പുരളരുത്. മുണ്ടിൽ ചളി പുലരരുത്. എല്ലാരും വിളിച്ചു. പുരളരുത്. മുണ്ടിൽ ചളി പുരളരുത്. വേറെ മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. അർത്ഥം എനിക്ക് അറിഞ്ഞൂടാ. നല്ല വെയിറ്റ് ഉള്ള വാക്കല്ലേ, കൊള്ളാമോ? മസ്തിഷ്കത്തിൽ പറഞ്ഞോളൂ. മസ്തിഷ്കത്തിൽ. അയ്യോ അതുകൂടെ നോക്കട്ടെ. പറഞ്ഞു മസ്തിഷ്കം. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. ബ്ലഡ് ആയിപ്പോയി കേട്ടോ. താങ്ക് യു. ഓക്കെ, ഇനി ഒരു തിരിച്ചു വരവുണ്ടാവില്ല ശശി. ഹലോ, ഹർഷൻ എവിടെയാണ് നാട്? കാലിക്കറ്റ്. ഓക്കെ, MBA ഏരിയ ഫസ്റ്റ് ഇയർ ആണ്. മിസ്റ്റർ ഒന്നുമില്ല, മിസ്റ്റർ KBS. മിസ്റ്റർ KBS ആണോ? ഓക്കെ, ആയിക്കോട്ടെ. തുടങ്ങണം. മൈക്ക് കൈ വേണോ അതോ ഞാൻ പിടിക്കണം? കൈ പിടിക്കാം. അന്ന കൊച്ചമ്മയെ ആയിസ് കൊച്ചമ്മയെ പിടിച്ചു, കൈയോടെ പിടിച്ചു. അല്ല, ഇത് നമ്മൾ വാർത്ത വായിക്കുന്ന കണക്കല്ല, ആക്ട് ചെയ്യണം. ഉള്ളിന്ന് വരട്ടെ. ചിരിക്കണ്ട. മറ്റേ തോട്ടത്തിൽ നിന്ന് പന്നിയെ പിടിച്ചാരാണോ? അല്ല, ഇത് വേറെയാണ്. ഇതൊരു പന്നി, ഹറാം പിടിച്ച പന്നി, ഒരു പെണ്ണിനെ പിടിക്കാൻ വന്ന പന്നി. തെളിച്ചു പറയാന്ന് പറയുമ്പോ ഇങ്ങനെ പറയാ. ഇപ്പൊ താഴത്തും തറയിലും വെക്കാതെ ഒരു പുള്ളിക്കാരനെ വളർത്തി രൂപക്കൂട്ടിലുണ്ടാക്കിയില്ലേ? തലയിലും വെക്കാതെ ഒരു പുണ്യാളെ രൂപക്കൂട്ടിൽ വളർത്തിയില്ലേ? അപ്പൊ പുണ്യാളെ ഒരു പെൺകുട്ടിയായിട്ട്. എന്താടാ അത്? എന്റെ വായിക്കാത്ത കയറിയിരുന്ന് വിടുവിച്ചാലേ ശരിയാവും. ഒരു പുണ്യാളൻ പാവക്കാത്തോട്ടത്തില് കൈ പിടിച്ചിരിക്കുകയാണ് ആരുമായിട്ട്. കയ്യും കലവും കാണിച്ച ഒരു പെൺകുട്ടി അവിടെ വിളിച്ച്. സംഭവം അതാണ്. പകരം ഇരിക്കുകയാണ്. നിങ്ങളിവിടെ തുന്നിക്കൊണ്ടിരുന്നോ? അവരവിടെ ഇല്ലേ? ഊവയോ കഷ്ടം. ആദവും ഊവയും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ പോയില്ലെങ്കിൽ ഒരു തൊട്ടിലാടി ഇരിക്കേണ്ടി വരും ഇവിടെ. പോരെ?
അല്ല അത് മനസ്സിലായില്ല. ഇത്ര പറയുന്നു മനസ്സിലായില്ലേ? കറക്റ്റായിട്ട് തെളിച്ച് പറ. എന്താ പറയാ, ആ സോമനും സോഫിയും ഇല്ലേ അവിടെ പാവക്കാത്തോട്ടത്തില് പറയാൻ പറ്റില്ല എനിക്ക്, അത്രക്ക് മോശപ്പെട്ട കാര്യം. അപ്പൊ എന്താണ്, ഞാൻ എത്ര വർഷമായി പാവക്കാത്തോട്ട് ഇങ്ങനെ നനച്ചു കളിക്കണു, എന്നിട്ട് എന്നാലും നോക്കിയോ? എന്താ കാര്യം? ഞാൻ നോക്കുമ്പോ അവർ തിരിഞ്ഞു നോക്കുകയാണ്, തിരിഞ്ഞു നിൽക്കുകയാണ്. ആ തിരിഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. എന്ന് കണ്ണ് കാണുന്നില്ല ബ്രോ, കണ്ണ് കാണില്ലെന്നോ? പാവക്കല്ലിത് ആണാണ്. കഴിഞ്ഞില്ലേ? അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ലാസ്റ്റത്തെ കുറച്ച് ഡയലോഗ് ക്ലിയർ ആവുന്നുണ്ട്. കുഴപ്പമില്ല. എന്റെ ഒരു വേഷമേ നീ കണ്ടിട്ടുള്ളൂ, താമസിയാതെ പല വേഷങ്ങളും നിനക്ക് കാണാം. എന്താണ് പേര്? അനഘ. അനഘ. എവിടെയാണ് നാടക? കൊല്ലം പത്തനായിരം. പാട്ട് പാടില്ല അനഘ? ഇല്ലില്ല. ഇല്ലേ? അനഘ പാട്ട് പാടുന്നല്ല ഇദ്ദേഹം പറഞ്ഞത്? ഇല്ല, പാടില്ല. ഓക്കെ, അപ്പോൾ ഓക്കെ, നമുക്ക് എന്നാ ഡയറക്റ്റ് ആക്ടിങ്ങിലേക്ക് പോകും അല്ലേ? റെഡി, ആക്ഷൻ. അന്ന കൊച്ചമ്മേ, അരിസൊച്ചമ്മേ, പിടിച്ചു, കയ്യോടെ പിടിച്ചു. നമ്മുടെ പാവക്കാത്തോട്ടത്തിലേ തോട്ടത്തിൽ നിന്ന് പന്നി പിടിച്ചാണ് പറയുന്നത്. പന്നിയല്ല, ഇതൊരു ഹറാം പറഞ്ഞ പന്നി, പെണ്ണിനെ പിടിക്കാൻ വന്ന പന്നി. എന്നിട്ട് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. പറയാം. താഴത്തും തലയിലും വെക്കാതെ നിങ്ങള് എഴുന്നള്ളിച്ച് എഴുന്നള്ളിക്കാൻ ആനയാണോ അത്? ആ ഫലിതം കുട്ടിക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല തോന്നുന്നു. പുണ്യാളിനെ രൂപക്കൂട്ടി വെച്ചിട്ടില്ലേ, ആ പീഡന പുണ്യാളിനെ കയ്യും കളവുമായി കയ്യോടെ പിടിച്ച്. അസുഖം ഇത്തിരി കുറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നേട്ടോ. നിങ്ങൾ ഇവിടെ തുന്നിക്കൊണ്ടിരുന്നോ? അവിടെ അവര് ആദോ അവയും കളിച്ചോണ്ടിരിക്കുക. ഉടനെ അവനെ ആനവെള്ളം തെളിച്ച് പുറത്താക്കിയില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഒരു തൊട്ടിലും കെട്ടി താമര കണ്ണനുറങ്ങണം എന്ന് പാടിക്കൊണ്ടിരിക്കേണ്ടി വരും. ഇതുവരെ മനസ്സിലായില്ല? നിങ്ങളുടെ ആ പുന്നാര സോമനും ആ സോഫി പെണ്ണും കൂടെ അവിടെ പറയാൻ ഒക്കൂല. ഇത്രയും നാള് ഞാൻ ഈ തോട്ടത്തില് പോകുന്നുണ്ടല്ലോ, എന്നിട്ട് എനിക്കൊരു പെണ്ണില്ല. അത് ഞാൻ നോക്കുമ്പോ അവര് തിരിഞ്ഞിരിക്ക. ഇത്രയും പെണ്ണ് വിശ്വാസമായില്ല? നിങ്ങൾ എന്റെ കണ്ണു നോക്ക്, കണ്ടേ ഈ പാവക്കാത്തോട്ടം കണ്ടോ? ഇത് രണ്ട് പാവക്ക. അല്ല, യഥാർത്ഥത്തിൽ ആ ഡയലോഗ് കുറച്ചുകൂടെ ഉണ്ട്, ആ പാവയ്ക്കയുടെ കുറച്ചുകൂടെ ഉണ്ട് ഡയലോഗ്, അത് പറയാം. ആ പാവയ്ക്ക, രണ്ട് പാവയ്ക്ക തൂങ്ങിക്കിടക്കുന്ന ആടുന്നെ കണ്ട്, അത്രയല്ലേ ഉള്ളൂ. എന്നാ ഓക്കെ, ശരി. എന്താണ് പേര്? മാത്യു. മാത്യു. എവിടെയാണ്? പാലക്കാട്. പാലക്കാടാണ്. പാട്ട് പാടുമോ മാത്യു? ഇല്ല. മിമിക്രി അങ്ങനെ എന്തോ? ഒന്നുമില്ല, അതെന്തോ മിമിക്രി ചെയ്യുമെന്ന് എനിക്ക് അറിയാം. ഞാൻ പറഞ്ഞാൽ എന്താ, നടക്കുന്ന ശബ്ദം, ഊതുന്ന ശബ്ദം, ഇത് മിമിക്രിയാണോ? അത് കിട്ടില്ല, അതൊന്നും എല്ലാവർക്കും ഉഗ്രം കഴിവല്ലേ, അത് എല്ലാവർക്കും പറ്റില്ല. അത് പ്ലീസ് ഒന്ന് നമുക്കത് കാണിച്ച് നടക്കുന്ന സൗണ്ട് തന്നെ കാണിക്കുമോ? ആദ്യം എങ്ങനെയാണ് നടക്കുന്ന ശബ്ദം? ബൂട്ടിട്ടാണോ? അല്ല, ഇപ്പൊ കാണിച്ചു തരാം. ഓ, ഇങ്ങനെ നടക്കുന്നതാണോ? അതല്ലേ ഒന്ന് പോടാ കോപ്പയോടെ നോക്കട്ടെ. ഇതാണ്. ഇനി അടുത്ത എന്താണ്? അടുത്ത് ഊതുന്ന പതുക്കെ പോകുന്നതാണ്. കേൾക്കുന്നില്ല മൈക്ക്? അവിടെ കേൾക്കുന്നുണ്ട്. യൂസ്ലെസ് ഫെലോസ്, ഒരു ഉത്തരവാദിത്വ ബോധമില്ല. പേടി പോകുന്ന കാറ്റ്. ഇനിയിപ്പോ ഓടുന്നേ കൂടെ കാണിക്കും. അല്ല, ഓടുമ്പോ മൈക്ക് ആരെങ്കിലും പിടിച്ചോണ്ട് വരണം. ഓടിക്കാം, ഓടിയാൽ പോയിക്കളയരുത്. മതി ചോദിച്ച അത്രയും മതി. മതിയടാ, ഞങ്ങളുടെ ജോയിന്റിൽ ഓയിൽ അടിച്ചത് മതി. മാത്യുവിന്റെ അഭിനയത്തിലേക്ക് കിടക്കുകയാണ്. റെഡി? അന്ന കൊച്ചമ്മയെ അലീസ് കൊച്ചമ്മയെ പിടിച്ചു, കയ്യോടെ പിടിച്ചു. തോട്ടത്തിൽ നിന്ന് പന്നി പിടിച്ച കാര്യമാണോ? പന്നിയല്ല, ഹറാം പിടിച്ച പെണ്ണ് പിടിയും പന്നി. തെളിച്ച് പറഞ്ഞാ കേക്കട്ടെ. പറയാം. തറയിലും താഴെയും തലയിലും വെച്ചോണ്ട് കിടന്ന ഒരു പുണ്യാളിനെ നിങ്ങൾ രൂപക്കൂട്ടി എടുത്തിട്ടില്ലേ? ഇട്ടില്ല, വെച്ചില്ലേ? അതൊക്കെ അപ്പുറത്തെ ഉണ്ണി, അവനെ കണ്ടു പഠിക്കണം ഇവന്മാരൊക്കെ. നിങ്ങളിവിടെ തുന്നിക്കൊണ്ടിരുന്നോ? അവരോട് ആദോ ഹവയും കളിച്ചോണ്ടിരിക്കുക. വിലക്കപ്പെട്ട പാവയ്ക്കപ്പഴം തിന്നുന്നതിന് മുന്നേ, പാവയ്ക്ക തിന്നുന്നതിന് മുന്നേ നിങ്ങൾ ചെന്നില്ലെങ്കിൽ ഒരു കൊച്ചിനെ ആട്ടിക്കൊണ്ടിരിക്കേണ്ടി വരും. ഡയറക്റ്റ് അങ്ങ് പറയാണ്. കലക്കണ്ടിട്ടാ. താമരക്കണ്ണൻ ഉറങ്ങ്. അയ്യോ, കഥ പറയാനല്ല പറയാം, പാട്ട് പാടണം. താമരക്കണ്ണൻ ഉറങ്ങ്. അയ്യോ, ഭഗവാൻ ആപ്കാ ഭലാ കരോ. ആയിക്കോട്ടെ. താമരക്കണ്ണൻ ഉറങ്ങണം. ഇത് കൊച്ചു കരയും ഇങ്ങനൊക്കെ പാടിയ റാപ്പ് പാടിക്കൊടുത്ത കറക്റ്റായിട്ട് പാടിക്കൊടുത്ത മോളെ. താമരക്കണ്ണൻ ഉറങ്ങണം, കണ്ണും പൂട്ടി ഉറങ്ങണം. ആ പാട്ടിന് മാപ്പിളപ്പാട്ടാക്കിയതുണ്ടാ. ഈ സാധനത്തിന് ആവശ്യമില്ലെങ്കിൽ ജാമ്യത്തിലെടുക്കാൻ വന്നാൽ ഞങ്ങൾ. തെളിച്ച് പറ, മനസ്സിലായില്ല. തെളിച്ച് സോമനും സോഫിയും കൂടി പാവയ്ക്കത്തോട്ടത്തില് അത് പറയാൻ പറ്റത്തില്ല. ഡിങ്കോൾ അതാണ്.
Nonsense. What the hell are you speaking? Mind you. അങ്ങനെ ചെയ്യുക. അതിന് മുന്നേ പോയാലേ അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എന്തോ ഇത്? ഇത്രയും നാളെ ഞാൻ ഇവിടെ നിന്നിട്ട് എന്നെ ഒരു കൊച്ചു നോക്കിയില്ല. എന്ത് കാര്യം എന്താ? ഞാൻ നോക്കുമ്പോ അവര് തിരിഞ്ഞു നിൽക്കും. ചൂടാവരുത് കേട്ടോ. പിന്നെ ഒരു കണ്ണിലോട്ട് നോക്കിയേ. നോക്കട്ടെ, ഒരു കണ്ണല്ല 2 കണ്ണം കണക്കിട്ട് വൈകാൻ പിടിച്ചോളാം. കണ്ടോ? അത് അങ്ങോട്ട് കാണിച്ചു കൊടുക്കും. കണ്ടോ? കണ്ടോ? പാവയ്ക്ക. അല്ല അത്രയല്ലല്ലോ, 2 പാവയ്ക്ക കണ്ണില് തൂങ്ങി കിടക്കുന്നു. ഓക്കെ, കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ. ഓക്കെ. പേരെന്താണ്? ഖദീജ. ഖദീജ. എവിടെയാണ് നാട്? ആലപ്പുഴ. ആലപ്പുഴയാണ്. ഓക്കെ, എന്നാൽ നമുക്ക് ആക്ടിംഗിലേക്ക് പോകും. റെഡി, ആക്ഷൻ. അന്നക്കൊച്ചമ്മ ആലീസ് കൊച്ചമ്മ കയ്യോടെ പിടിച്ചു സമരപ്പന്തലിൽ പോകും. പാവയ്ക്കാത്തോട്ടം. ഇത്രയും കാലം ഞാൻ വിചാരിച്ചിരുന്നത് ഈ തല നിനക്കൊരു അലങ്കാര വസ്തു മാത്രമാണെന്ന്. അന്നക്കൊച്ചമ്മ ആലീസ് കൊച്ചമ്മ പിടിച്ചു കയ്യോടെ പിടിച്ചു പാവയ്ക്കാത്തോട്ടത്തിൽ നിന്ന്. ആ തോട്ടത്തിൽ നിന്ന് മറ്റേ പന്നി പിടിച്ചാൽ ആ പന്നിയല്ല, ഇത് ഹറാം പറഞ്ഞ പന്നി. പെണ്ണിനെ പിടിക്കാമെന്ന പന്നി. തെളിച്ചോറ താഴത്തെ തലയിലും മിണ്ടാതെ ഇവിടെ അടങ്ങി ഒതുങ്ങി നിന്നോണം, മരക്കഴുത. താഴത്തും തലയിലും വെച്ച് നിങ്ങൾ ഒരുത്തനെ പുണ്യാലാക്കി വെച്ചിട്ടില്ലേ? രൂപക്കൂട്ടിൽ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ട് നിനക്ക് മലയാളം വായിക്കാൻ അറിഞ്ഞൂടെ കുട്ടിയെ? നല്ല കൂട്ടാനായിരിക്കുമല്ലോ. അത് എങ്ങനെ ആയിരിക്കും? അത് രൂപക്കൂട്ടിൽ വെച്ചിട്ടില്ലേ? പീഡന പുണ്യാളന് കയ്യും കളവും കാണിച്ച് കയ്യും കളവുമായി കയ്യോടെ പിടിച്ചു. ആ 2 കൂടെ തുന്നിക്കൊണ്ടിരുന്നു. അവരവിടെ പാവയ്ക്കാത്തോട്ടത്തില് ആദമും അവയും കളിച്ച് നടക്കുക. വിലക്കപ്പെട്ട പാവയ്ക്കാത്തോട്ടം അവര് നശിപ്പിക്കും. ഭയങ്കര സ്ക്രിപ്റ്റ് ആണല്ലേ അത്. ഇതൊക്കെ പഠിക്കണ്ടേ? വിലക്കപ്പെട്ട പാവയ്ക്ക ഒരു പൊട്ടിക്കോ ആവോ എന്തോ. ആനാവെള്ളം തെളിച്ച് പുറത്താക്കിക്കോ, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഇങ്ങനെ തൊട്ടിലാട്ടി ഇരിക്കേണ്ടി വരും. താമരക്കണ്ണനുറങ്ങേണം പാട്ട് പാടി ഇരിക്കേണ്ടി വരും. കണ്ണും പൂട്ടി ഉറങ്ങണം. മനസ്സിലായില്ല കേട്ടോ. ഇനി മനസ്സിലായില്ല? പറഞ്ഞുതരാം. പുണ്യാളം സോമനും ആ സോഫിപ്പെണ്ണും പാവയ്ക്കാത്തോട്ടത്തില് പറയാൻ തന്നെ അറപ്പാവണ്. ആ കൊല്ലം കുറെ മാത്തൂട്ടി ഇവിടെ ഇങ്ങനെ നിക്കാൻ തുടങ്ങിയിട്ട് എന്നെ ആരും ഇതുവരെ നോക്കിയില്ല. ഞാൻ പോകുമ്പോ എല്ലാരും തിരിഞ്ഞേക്കുക. ആ കണ്ടോ 2 കണ്ണുകൾ, ഇതിൽ പാവയ്ക്ക ഇങ്ങനെ ആടനുണ്ട്. ഉറപ്പല്ലേ? ശരിയല്ലോ, ഓക്കെ, ബൈ. KBSലെ കുട്ടികൾ നല്ല ഒന്നാം തരമാണ്. അവർ ബ്രില്യൻ്റാണ്, സുന്ദരന്മാരും സുന്ദരികളുമാണ്. അതിലുപരി സ്പോണ്ടേനിയസ് ആയിട്ട് അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നവരാണ്, മിടുക്കരാണ്. അപ്പോൾ ഇവിടെ വിട്ട് അങ്ങനെ പോകുന്നില്ല നമ്മൾ. ഇപ്പോൾ തൽക്കാലം സമയം കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. ഗുഡ് ബൈ.